ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏപ്രിൽ 26-ന് വിനീത് കുമാറിൻ്റെ സംവിധാനത്തിൽ ദിലീപിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രമാണല്ലോ പവി കെയർടേക്കർ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ദിലീപിൻ്റെ ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമ തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടുന്നത്. അടുത്തിറങ്ങിയ ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ആവറേജ് അഭിപ്രായങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനു മുൻപിറങ്ങിയ ദിലീപ് ചിത്രമായ തങ്കമണി വലിയ പരാജയം തന്നെയായിരുന്നു. പവി കെയർടേക്കർ ഇന്ന് വോട്ടിംഗ് ദിനത്തിൽ തന്നെ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ചിത്രത്തിൻ്റെ ആദ്യ ഷോ. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ അറിയാനും താമസം എടുക്കുകയുണ്ടായി. 5 നായികമാരെ അണിനിരത്തി ഇറക്കിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയിലെ നായകൻ കൂടിയായ വിനീത് കുമാറാണ്. അദ്ദേഹം നിരവധി ചിത്രങ്ങളിലൂടെ പരിചിതനാണ്. ദിലീപിൻ്റെ കരിയറിലേക്കുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പടം കണ്ടിറങ്ങിയ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് സിനിമ വലിയൊരു രീതിയിൽ തന്നെ കളക്ഷൻ എല്ലാം നേടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ദിലീപിൻ്റെ സിനിമ ജീവിതത്തിലേക്കുള്ളൊരു വലിയ തിരിച്ചുവരവായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇത് കോമഡി, ഇമോഷൻ, ആക്ഷൻ അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന 5 നായികമാർ അടങ്ങുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് പവി കെയർടേക്കർ. ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.